മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം, അവ പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്കാം, അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിച്ചു. മൃഗം, പക്ഷി, ഭൂമി, സമുദ്രത്തിലെ മത്സ്യം, ഇതിൽ നിന്നെല്ലാം ധാരാളം കാര്യങ്ങൾ സൂക്ഷ്മമായി നോക്കിയാൽ, ചിന്തിച്ചാൽ പഠിക്കാനുണ്ട്. ഇതിന്റെ പശ്ചാത്തല ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഭക്തനായ ഇയ്യോബിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നു. ഭക്തന്മാർക്ക് പ്രയാസം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ പ്രയാസം ഉണ്ടാകും. ഭക്തന്മാർക്ക് കടഭാരം വരുമോ എന്ന് ചോദിച്ചാൽ കടം ഉണ്ടാകും. ആ സഹോദരി അതാ പറഞ്ഞ, നിന്റെ ദാസനാകുന്ന നിന്റെ ഭർത്താവ് മരിച്ചുപോയി, കടമുണ്ടാകും. ഭക്തന്മാർക്ക് രോഗം വരുമോ? രോഗം വരും. ഇപ്പോഴത്തെ ചിലർക്ക് ഒരു ചിന്ത കൊണ്ട് ഭക്തന്മാർക്ക് ആക്സിഡന്റ് ഉണ്ടാകും. അതിന്റെ പണ്ട് മോട്ടോർ വാഹനമൊന്നും ഇല്ലായിരുന്നില്ലേ, ഒത്തിരി എണ്ണ ഇടിയുണ്ട് അത്തേനും. ഇന്നിപ്പം മോട്ടോർ വാഹനമുണ്ട്. ഇതുപോലെ പണ്ട് റോഡൊന്നും ഇല്ല. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ മരിക്കുന്നില്ല. നമ്മൾ ആരെയും വിധിക്കുമൊന്നും വേണ്ട. പണ്ടൊരു മിടുക്കനായ ആളുണ്ടായിരുന്നു ആത്മീക ലോകത്ത്. ഞാനിതൊക്കെ പേടിച്ചായി പറയാൻ കൂന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ആരെയും വിധിക്കണ്ട. ഇന്ന വിധത്തിലേ മരിക്കൂ, ഇന്ന വിധത്തിലേ മരിക്കാവൂ, ഇന്ന പ്രായത്തിലേ മരിക്കാവൂ ഒന്നും ആരും വിധിക്കരുത്. ആർക്ക് എന്ത് എങ്ങനെ വരുന്നെന്ന് ആർക്കും അറിയത്തില്ല. മകറി ആവശ്യമില്ലാത്ത പോതക്കേടൊന്നും വിളിച്ച് പറയരുത്. പണ്ട് പ്രഗത്ഭനായ ഒരു വലിയ കൺവെൻഷൻ പ്രാസംഗികനും കേരളക്കരയെ കിടിലം കൊള്ളിച്ച ആളാണ്. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചു, ഞങ്ങളോട് ഇരിക്കുന്ന സദസ്സില ആക്സിഡന്റിൽ മരിക്കുന്നത് ശാപമാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. എല്ലാവരും ഈ താല്പര്യമില്ലാത്തവരുടെ കൈയടിച്ചു. ഇല്ലെങ്കിൽ പുള്ളി വല്ലതും പിന്നെയും പറയും. അങ്ങനെയാണല്ലോ നമ്മുടെ പെന്തിക്കോസിലെ താല്പര്യമില്ലാത്തവരെ കൊണ്ടും കൈയടിപ്പിക്കും. ചില പറയത്തില്ല, ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചാട്ടെ. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും ആ സന്ദർഭത്തിൽ ഇല്ല. വെടലയായി പറഞ്ഞത്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലേ പറയും പുള്ളി ആത്മീയനല്ലെന്ന് പറയും. അത് പേടിച്ച് ചിലര് കൈപ്പൊക്കും. ചില ഇപ്പോഴത്തെ സൂക്കാടുകാരെ കണ്ടിട്ട് അടുത്തിരിക്കുന്നവർക്കെല്ലാം കൈ കൊടുത്താട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചാട്ടെ. ഇയാൾക്ക് പറയേണ്ടത് പറഞ്ഞേച്ചങ്ങ് പോയാ പോലെ. ആൾക്കാരെ മെനക്കെടുത്തുക. അപ്പൊ അന്ന് അദ്ദേഹം പ്രസംഗിച്ചു, ആക്സിഡന്റിൽ മരിക്കുന്നത് ശാപമാണ്. കുറെ വിശദീകരണമൊക്കെ പുള്ളി തന്നു. സൂക്ഷം പുള്ളി ആക്സിഡന്റിലാണ് മരിച്ചത്. പേര് ഞാനിപ്പോ പറയുന്നില്ല, അത് മോശം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത നമ്മൾ സംസാരിക്കാൻ വളരെ സൂക്ഷിച്ച് സംസാരിക്കും. ഒരാൾക്കൊരു രോഗം ഉടനെ പെന്തിക്കോസുകാർ അങ്ങനെ പറയരുത്. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ അങ്ങ് വിധിക്കുക. അങ്ങനെ കയറി വിധിക്കരുത്. സ്തോത്രം. ആർക്ക് എന്താ ഏത് സമയത്ത് വരുന്നെന്ന് നമുക്ക് ആർക്കും ഒന്നും. ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ജീവിതം ക്രമീകരിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കണം. അന്യോന്യം കയറി വിധിക്കരുത്. സ്തോത്രം. മറ്റുള്ളവരുടെ വിഷയം വിശകലനം ചെയ്യുക, അത് വിധിക്കാൻ നമുക്ക് നല്ല വിരുദ. നമ്മുടെ ജീവിതത്തിലോ നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരണത്തിൽ കൊണ്ടുവരണം. അപ്പോൾ ഭക്തന്മാർക്ക് രോഗം വരാം. എത്രയോ ഭക്തന്മാര്
രോഗികളാൽ ഭാരപ്പെടുന്നു. സ്തോത്രം. കടഭാരത്താൽ ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട്. ഭവനമില്ലാത്ത എത്രയോ ഭക്തന്മാരുണ്ട്. ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നവർ, വാടക കെട്ടിടത്തിലെ എത്രയോ ഭക്തന്മാർ, വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്ത എത്രയോ ഭക്തന്മാർ. സ്തോത്രം. അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട്. നമ്മൾ ആരെയും വിധിക്കുകയൊന്നും ചെയ്യരുത്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിർവാഹമില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ പേര്, ഒരു വാഹനം പോലും ഇല്ലാത്ത എത്രയോ ഭക്തന്മാർ അല്ലേ? നിങ്ങളുടെ അറിവിലോ? ഞാൻ ഇപ്പോഴത്തെ രീതി വെച്ചാ പറഞ്ഞത്. ഫാൻ ഇല്ലാത്തവർ എത്രയോ പേരുണ്ട്. ഇലക്ട്രിസിറ്റി ലഭിക്കാത്തവരില്ലേ? വീട്ടിലൊരു ഫ്രിഡ്ജ് മേടിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെല്ലാം ശപിക്കപ്പെട്ടവരാണ്. ഇപ്പോഴത്തെ കുറെ മിടുക്കന്മാർ എഴുന്നേറ്റ് പറഞ്ഞു ഇതെല്ലാം ശാപമാണ്. യഹോവന്മാര് കോടിക്കണക്കിന് ഉണ്ടാക്കുകയും ചെയ്തു. ഉണ്ടാക്കാവുന്നതിന്റെ പരമാവധി സ്തോത്രം. നമ്മളെ ഉദ്ദേശിക്കുന്നതല്ല. ഞെരുക്കത്തിൽ കൂടി പോകുന്നവര്, മിടുക്കത്തിൽ കൂടി പോകുന്നവര് ഭക്തന്മാരല്ലാഞ്ഞിട്ടില്ല, അവര് ഭക്തന്മാരാണ്. ഈ കണ്ടമാനം ഉണ്ടാക്കിയത് ഭക്തി ഉണ്ടായിട്ടൊന്നുമല്ല, അല്പം ഞാൻ വിവരിക്കുന്നില്ല. കുറച്ച് സൂത്രം നന്നായിട്ടുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത്. നീതിയോടെ ഇടപെടുന്നവര്, നീതിയോടെ ജീവിക്കുന്നവരുണ്ട്. അവരെ ദൈവം തുണയ്ക്കും. അതുകൊണ്ട് നമ്മൾ ആരെയും കയറി ഒന്നും പറയുകയും വിധിക്കുകയും ഒന്നും ചെയ്യരുത്. ഒരാൾക്കൊരു ക്ലേശവും ഒരു കെടുതിയും ഒരു അസ്വസ്ഥത വരുമ്പോൾ എല്ലാവരോടും ഒന്നിച്ച് പുള്ളിയെ ഒറ്റപ്പെടുത്തരുത്. നമ്മുടെ കൂടെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ക്ഷീണമുണ്ടായി, ഉടനെ മറ്റേ വിശ്വാസികളെല്ലാം കൂടെ വേറൊരു വീട്ടിൽ കൂടിയല്ലോ, ഒന്നിച്ച് കൂടി വെച്ച് ആ ദൈവം സന്ദർശിച്ചതാ, ഇനിയും സന്ദർശിക്കും. അതാണ് അതിന്റെ മര്യാദ. അല്ല. സ്തോത്രം. എലീശയ്ക്ക് മരണകരമായ രോഗം വന്നു. അപകടങ്ങൾ വരാം, ആർക്കും വരാതിരിക്കട്ടെ. ആപത്തുകൾ വരാതിരിക്കും. പൗലോസ് പറഞ്ഞല്ലോ, കാട്ടിലെ ആപത്തെന്ന് തന്നെ കടലിലെ ആപത്ത്. കള്ള സഹോദരന്മാരാനുള്ള അപ്പൊ ആപത്ത് വരും. സ്തോത്രം. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചോ. അത് അവനവൻ ചെയ്യേണ്ട കാര്യമാണ്. ദൈവമേ, ഈ രോഗം വരാൻ കാരണം എന്റെ അപാകതയാണോ, പോരായ്മയാണോ, പോഷത്വമാണോ? ക്ഷമിക്കണം. തന്നെ താൻ ചിന്തിക്കണം. അല്ലാതെ അപ്പുറത്തുകാർ കൂടോത്രം ചെയ്തതാണെന്ന് പറഞ്ഞ് നീ ഉടനെ പ്രവാചകനെ വിളിക്കരുത്. ഇപ്പൊ അതാ നടക്കുന്ന പരിപാടിയല്ല. ഒരു രോഗം വന്ന് അവര് ചെയ്തതാ, എനിക്ക് നേരത്തെ. അതാണ് അതിന്റെ മര്യാദ. അങ്ങനെ രോഗം വരുമ്പോ, ഒരു ക്ഷീണം വരുമ്പോ, പ്രയാസം വരുമ്പോ മുട്ടയിലിരിക്കണം. ഇരുന്നുവെച്ച് തന്നെ ശോധന ചെയ്യണമെന്ന്. അതാ തന്നെ ഈ രോഗം വരാൻ കാര്യം, ഈ പ്രശ്നം വരാൻ കാര്യം. പുറകോട്ട് ചിന്തിക്കണം. എന്തെങ്കിലും അപാകതയുണ്ടോ, പോരായ്മകളുണ്ടോ, സംസാരത്തിന് എന്തെങ്കിലും പാളിച്ച വന്നോ, കൊടുക്കുവാങ്ങലിൽ എന്തെങ്കിലും അപാകത വന്നോ, സമീപനത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നോ, സഭയോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, ആരോടേലും വലിയ വിഷയത്തിൽ നിരപ്പ് പ്രാപിക്കാനുണ്ടോ, ആരോടേലും വൈരാഗ്യപ്പെട്ടിരിക്കുകയാണോ? സ്തോത്രം. ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടോ, ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ, ആരോടേലും സൂത്രം കാണിച്ചിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ താൻ ചിന്തിക്കണം. ചിന്തിച്ച് അത് ബോധ്യപ്പെടുമ്പോൾ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് അനുദപിച്ച് ദൈവസന്നിധി മടങ്ങി വരണം. ഇതാ ഒരു ദൈവവൈതൽ ചെയ്യേണ്ടത്. രണ്ട് വ്യക്തികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വന്ന് അത് പറഞ്ഞ് പരിഹരിക്കണം. സ്തോത്രം. പറഞ്ഞ് പരിഹരിക്കണം. ക്രമീകരണം വരുത്തേണ്ട വിഷയമാണെങ്കിൽ ക്രമീകരണം വരുത്തണം. അല്ലാതെ തമ്പേറ് തല്ലി പൊട്ടിച്ചാലൊന്നും കാര്യം നടക്കുകയില്ല. ആഴ്ച ഓരോ തമ്പേറ് കമ്മത്തിയിട്ട് അങ്ങ് അടിക്കുക. അടിച്ച് അതിന്റെ ഒരു വശം പൊട്ടി. എന്നിട്ട് പറഞ്ഞ് ഇനി അടുത്ത ആഴ്ച ഞാൻ അടിക്കുന്നില്ല, തങ്കമ്മ അടിക്കുക. അതിന് എന്റെ ഓരോത്തിനങ്ങ് വേദനയാണ്. ആത്മീയം
അല്ല മൈക്കിന്റെ ഓളിയം കൂട്ടിയോണ്ടൊന്നും. ഓരോ യോഗം കഴിയുമ്പോഴും ആംപ്ലിഫയറും സെറ്റും മേടിക്കുന്നതല്ല, ജീവിതം ക്രമീകരിക്കപ്പെടണം. അല്ല നമ്മൾ ഈ മലയുടെ മണ്ടയ്ക്ക് കടന്ന് അലറി നാട്ടുകാരും അവസാനം പിന്നെ ഞങ്ങളോട് വന്നതുകൊണ്ട് ആരും ഒന്നും അധികം പറയാതെ അങ്ങ് അടങ്ങുന്നതായിരിക്കാം എനിക്കങ്ങ് തോന്നുക. അതല്ല, ഓരോ യോഗം കഴിയുമ്പോൾ ദേശത്തുള്ളവരും നാട്ടുകാരും കാണുന്നവരും നമ്മെ കാണുന്നവരും പറഞ്ഞ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഈ നാട്ടുകാർ നമ്മളെ പറയും ഓരോ യോഗം കഴിയുമ്പോൾ വൈരാഗ്യം കൂടുകയല്ല. നേരത്തെ കാണുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഊറിയ ചിരി ഉണ്ടായിരുന്നു, ഇപ്പൊ താണ്ട് അരിശം കയറി. പിന്നെ സ്തോത്രം, ജീവിതത്തിൽ ക്രമീകരണം വരുത്തുന്നുണ്ട്. ഭക്തന്മാരുടെ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികൾ വരും. അതിനൊരു ഉദാഹരണമായി യോബ്. വീട്ടിൽ മരണം നടന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട്, അതല്ലേ സമ്പത്ത് മുഴുവൻ പോയി. ആളപായം, സാമ്പത്തിക പ്രതിസന്ധി, ശാരീരിക ക്ലേശം, അടി തൊട്ട് മുടി വരെ സുഖമില്ല. ഇതൊക്കെ ദൃഷ്ടാന്തമായിട്ട് നമുക്ക് തന്നിരിക്കുക. ചെല്ലു വന്നിരിക്കും, നിങ്ങൾ പെന്തിക്കോസിൽ പോയിട്ട് പിന്നെ രോഗമാണ്. അതിന് പെന്തിക്കോസിൽ പോയ ആർക്കും രോഗം വരികയല്ലേ? പെന്തിക്കോസിൽ ചെന്നത് വേറെ ശരീരമായിട്ടല്ലല്ലോ, ഈ ശരീരത്തോടാ പെന്തിക്കോസിൽ രക്ഷിക്കപ്പെട്ടെന്നല്ല ഉള്ളത്. അല്ല, പെന്തിക്കോസിൽ പോയപ്പോൾ വേറൊരു ശരീരമായിട്ട് ചെന്നത്, ശരീരം മരിക്കുന്നത് വരെ ഇതാ, അല്ലെങ്കിൽ കാകളം ധനിക്കുന്നത് വരെ. അത് കഴിയുമ്പോൾ രൂപാന്തരം, അന്നേരം പിന്നെ രോഗമൊന്നുമില്ല. ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തോട് അതുവരെ രോഗമൊക്കെ ഉണ്ടാകും. ചെല്ലു പറഞ്ഞ നിങ്ങൾ പെന്തിക്കോസിൽ പോയിട്ട് പിന്നെ രോഗമാണ്. പെന്തിക്കോസിൽ പോയവർക്കാർക്ക് പെന്തിക്കോസിലാ കൂടുതൽ രോഗികൾ. യോടി പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ മുഴുവൻ ഇടിച്ചു തള്ളി മുന്നോട്ട് വരികയല്ലേ. അപ്പോ എനിക്ക് മനസ്സിലായി. അത് ഞങ്ങളൊന്നും വന്ന ആരും അങ്ങനെ വരികയല്ല. വലിയ വലിയ പ്രഗത്ഭന്മാരുണ്ട്. ലോക പറഞ്ഞ സുപ്രസിദ്ധ രോഗശാന്തി വരപ്ര, അയാൾ 4 ഗുളിക അടിച്ച ശൈലോട്ട് കയറി വന്നത്. അവിടെ ബാഗ് തപ്പിയാൽ കാണുക 8 തരത്തില് പ്രഷറിന്റെ, കൊളസ്ട്രോളിന്റെ, ഷുഗറിന്റെ, BPL പ്രഷറിന്റെ. പിന്നെ അതാ സുപ്രസിദ്ധ രോഗശാന്തി. 4 ഇഞ്ചക്ഷൻ എടുത്താൽ ചബിളി സ്റ്റേജിലോട്ട് കയറുന്നത്, ഇൻസുലിന്. പുള്ളിയുടെ മുന്നിലാണ് നമ്മൾ എന്ന്. അപ്പൊ കൂടുതലും രോഗം പെന്തിക്കോസിലാന്ന എന്റെ വാദം. അതിന് കാരണം കൂടെ പറയാം. ഈ കടിക്കുന്നതെല്ലാം വിഷവാ. ചന്തയിൽ നിന്ന് മേടിക്കുന്നത് മിക്കതും കരിയാപ്പില ഊരിയെടുത്ത് വിഷം അടിച്ച് നല്ല കണക്കിനാ കൊണ്ട് തന്നേക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇപ്പൊ ചിലരെ ഞങ്ങളുമൊക്കെ ചെയ്യും, മഞ്ഞളും ഉപ്പും കൂടെ കലക്കി, വെള്ളത്തിൽ കലക്കി പച്ചക്കറി കൊണ്ടുവന്ന് അതിനകത്ത് കുറഞ്ഞ 1 മണിക്കൂറെങ്കിലും മുക്കിയിടും. എന്നാലും വിഷമാ. കഴിക്കുന്നതെല്ലാം വിഷമാണ്, ശ്വസിക്കുന്നതെല്ലാം വിഷമല്ലേ. ടൗണിലോട്ടിറങ്ങി ഈ വണ്ടിയുടെ വാഹനത്തിന്റെ എല്ലാം പുകയും എല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ എല്ലാം വിഷമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷമയമാണ്, അന്തരീക്ഷം മുഴുവൻ വിഷമയമാണ്. അപ്പൊ അതുകൊണ്ട് രോഗം വരാം. പൂർണ്ണമായിട്ട് വിടുതൽ കിട്ടുന്നത് യേശുവിന്റെ വരവിലാണ്. പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ, ദത്തം ചെയ്യും നായകൻ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം. ഒരു പുത്തൻ ശരീരം നമുക്ക് ലഭിക്കും. അപ്പോൾ അതുവരെ ഈ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകാം. സ്തോത്രം. കടഭാരങ്ങൾ വരാം, പല പല ബുദ്ധിമുട്ടുകളല്ലേ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, പ്രാരാബ്ധമുണ്ട്. ചിലപ്പോ അതിഥികൾ വീട്ടിൽ വന്നെന്ന് വരിക്കും. അപ്പോൾ ചിലപ്പോ കയ്യിൽ അപ്പോൾ ചില സാമ്പത്തിക നന്മ ലഭിച്ചില്ലെന്ന് വരാം. സ്നേഹിതരോടോ വേണ്ടപ്പെട്ടവരോടോ അടുത്തുള്ളവരോടോ അല്പം ചോദിച്ചെന്നും അത് തെറ്റും മഹാഭാവമൊന്നുമല്ല.
ആണോ? രാത്രി ചെന്ന് വായ്പ ചോദിച്ചെന്നല്ലേ എഴുതിയേക്കുന്നത്. അവന്റെ വീട് കൊള്ളയടിച്ചെന്നല്ല, എങ്ങനെ എഴുതിയേക്കുന്നത്? ചെന്ന് ചോദിക്കുന്നതിന് വേറെ ദിവസത്തിൽ അങ്ങനെ ചോദിക്കണമെന്നല്ലേ? അപ്പനോട് മക്കള് അത് പാപമൊന്നുമല്ല. ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നേ, അല്ലേ? പ്രവാചകൻ ചെന്ന് ചോദിച്ചു, അമ്മമ്മ ഇച്ചിരി വെള്ളം കുടിക്കാൻ തരാമോ എന്ന് ചോദിക്കല്ലേ? അതിന് തള്ള പറഞ്ഞത് വെള്ളം കുടിക്കാൻ തന്നെ ഇങ്ങോട്ട് തന്നെ ഇത്ര നേരം നടന്നിട്ട് വെള്ളമൊന്നും കിട്ടിയില്ലേ? അങ്ങനെയാണോ അമ്മാമ്മ പറഞ്ഞു? പറ, നിങ്ങൾ അമ്മാമ്മ പറഞ്ഞു പറ. കുടിക്കാനല്ലോ വെള്ളം. പിന്നെ അമ്മാമ്മ അടുത്ത് ഏതായാലും ചാകാൻ പോകുന്ന ഉപദേശിക്ക് വെള്ളം കൊടുത്തേച്ച് നല്ലൊരു തള്ളയാ. ഏതായാലും ഞാനും കൊച്ചനും ചാകാൻ പോവാ, എന്നാ ഇനി ഉപദേശിക്ക് ഇച്ചിരി വെള്ളം കൊടുത്തേച്ച് ചാകാം. വെള്ളം കൊടുക്കാനായിട്ട് തിരിഞ്ഞപ്പോ ഉപദേശിയുടെ തൂണ് മാറി. ഇപ്പൊ ഒരു ചെറിയൊരു ആടയും കൂടെ കൊണ്ടുവരാൻ. അല്ല, ഈ ഉപദേശമാരങ്ങനെ ഇച്ചിരി ഇടം കൊടുത്താൽ മതി, അവരവിടെ നല്ല കശക്കി ഒരു നേരം വീട്ടിൽ കയറി കൊടുത്തതാ. പിന്നെ പുള്ളി കൂടെ പോകുമ്പോ അവിടെ കയറുക. അവരുടെ ഞാനൊക്കെ ഒരു നേരം കയറ്റി നിങ്ങൾ വായിക്കും, വേറെ ദിവസം വായിക്കല്ലേ. അവരുടെ മര്യാദയ്ക്ക് വഴി പോയപ്പോ കൂടെ കയറ്റി ഭക്ഷണമൊക്കെ കൊടുത്തു. അങ്ങനെ അതായത് നല്ല ലാക്ക് ലൂക്കാച്ചെന്ന് പറഞ്ഞ പോലെ പിന്നെ കൂടെ ഒക്കെ പോകുമ്പോഴെല്ലാം നേരെ അങ്ങോട്ടങ്ങ്. പക്ഷെ ദോഷമൊന്നും വന്നില്ല. മറുവശമുണ്ട്. വിശുദ്ധനായ ഭക്തനായ അഭിഷിക്തൻ നിന്റെ വീട്ടിൽ കാലുകുത്തിക്കാൻ നിനക്ക് നിന്നെ സന്തതിക്കും അനുഗ്രഹമാണ്. പിന്നെ മറുവശം ദൈവമക്കളോട് പറയാ, കൊള്ളക്കാരനെ കയറ്റി താമസിപ്പിക്കരുത്. കൊള്ളക്കാരന്മാർ അടിയെ ചെത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ വിവേചിച്ചോണം. സ്തോത്രം. നന്നായിട്ട് മറ്റ് കൃപാവരമൊന്നും കിട്ടിയില്ലെങ്കിലും ദൈവത്തോടെ കർത്താവ് വ്യക്തികളെ വിവേചിപ്പാനുള്ള കൃപ എനിക്ക് തരണം. സ്ഥലവും പേരും പറയത്തില്ല. ഞങ്ങളുടെ ഒരു പയ്യൻ പറഞ്ഞു, മമ്മി എനിക്ക് ഈ കറുത്ത പാന്റും വെളുത്ത ഷർട്ട് ഇടുന്നവരെ പേടിയാണ്. അവൻ വേറൊരു വിഷയത്തിലാണ് പറഞ്ഞത്. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല, വേറൊരു വിഷയം നടന്നു, അതിന്റെ വെളിച്ചത്തിൽ അവൻ പറഞ്ഞതാ. പക്ഷേ ജീവിക്കുന്ന വിശുദ്ധന്മാരുണ്ട്, പരമാർത്ഥതയോടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരുണ്ട്, ഉണ്മയോടെ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. അവരെ ബഹുമാനിക്കുന്നവർക്കും ആദരിക്കുന്നവർക്കും ഒരു ദോഷവും വരികയില്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കണം. നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. സ്തോത്രം. അപ്പോൾ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ഞെരുക്കം വരാം. അപ്പൊ വീട്ടിൽ ആളപായം വന്നു, മരണം നടക്കും. നിങ്ങൾ പെന്തിക്കോസിൽ പോയിട്ട് പിന്നെ ഈ മരണം നടക്കും. പെന്തിക്കോസിൽ പോയാൽ മരണം നടക്കില്ലേ? മരണം ഉണ്ടാകും. കുടുംബക്കാരും ചാർച്ചക്കാരും ചോദിക്കാൻ, വലിയ കാര്യത്തിന് പെന്തിക്കോസിൽ പോയിട്ട് ഇപ്പൊ എങ്ങനെയായി ആള് മരിച്ചു, ഞങ്ങൾ അടക്കും, പാസ് വരും. അതാ മറുപടി പറയണ്ട. വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അടക്കും. ഭാഗ്യം കൂടെ പറയണം, ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്, അടക്കി ഇടുകയല്ല, ഇത് ഉയർക്കും. അതുകൂടെ ചേർന്ന് പറയണം. സ്തോത്രം. കടഭാരം ഉണ്ടാകും. സ്തോത്രം. ഇതൊക്കെ ഇതിനകത്തുള്ളത്. ഇയ്യോബിന്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട്, സമ്പത്ത് മുഴുവൻ തകർത്തു, ആളപായം, പിള്ളേര് മൊത്തം ചത്തു, ശാരീരിക പീഡ, അടിതൊട്ട് മുടി വരെ സുഖമില്ല, ചൊറിയും പരുക്കും. സ്തോത്രം. ഓട്ടകഷണം എടുത്ത് ഇങ്ങനെ ഇരുന്ന് ചോരണ്ട്. ഒടുവിൽ എനിക്ക് ആ സഹോദരിയോട് ബഹുമാനം, ഒടുവിലാ പുള്ളിക്കാരി പറഞ്ഞത്. അതുവരെയും പുള്ളിക്കാരി സഹിച്ചു നിന്ന് കഴിവിന്റെ പരമാവധി അവർ നോക്കി എങ്ങനെയും പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന്. ഒടുവിൽ അവർ പറഞ്ഞു, ഇനിയെങ്കിലും തള്ളി പറയാന്. അന്നേരം പുള്ളി പറഞ്ഞ കാര്യം നമുക്കറിയാം. സ്നേഹിതന്മാരെല്ലാം ദ്വേഷിച്ചു, എല്ലാവരും ദ്വേഷിച്ചു. 2-3 സ്നേഹിതന്മാരുണ്ട്. അവരെ അയ്യോബിന്റെ കൂടെ സഹതപിപ്പാനും പ്രാർത്ഥിക്കാനും ഒക്കെ പോകാന്ന് പറഞ്ഞു ഒത്തു. പ്രാർത്ഥിക്കാനായി അവര് വന്നെങ്കിലും ഇവിടുത്തെ സാഹചര്യം കണ്ടപ്പോൾ എല്ലാം പാരയായിരുന്നു. പ്രാർത്ഥിക്കാനാ വന്നെങ്കിലും അന്തരീക്ഷം പരുവക്കേടാന്ന് കണ്ടപ്പോ എല്ലാം മൊത്തം പാരയാ. ഈ നമ്മളോർക്കരുത്, പ്രാർത്ഥിക്കാൻ വരുന്നവരെല്ലാം പ്രാർത്ഥിക്കാനാണ്, അതിൽ മിക്കതും പാരയാണ്.
നമ്മളവർക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ അവൻ നല്ല പാര വെച്ചുകൊണ്ടിരിക്കുക. ഇനി നമുക്കിത് അറിയത്തില്ല. പ്രാർത്ഥിക്കുന്ന സമയത്തും നല്ല ടോർപ്പിട വെക്കും. നമ്മളൊക്കെ കണ്ണുമടച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിയുന്നത് പ്രാർത്ഥിക്കുക എന്നാണ്. കുരുക്ക് ചിന്തിക്കുക. അപ്പൊ ഈ 3 സ്നേഹിതന്മാര് പ്രാർത്ഥിക്കാൻ വന്നതാ. ഇവര് അവസാനം പാര. ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ അങ്ങനല്ലേ 2:11 ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവനെ നമുക്ക് ആശ്വസിപ്പിക്കണം, പുള്ളിയുടെ കൂടെ നമുക്ക് കുറച്ചു നേരം ഇരിക്കും. ഇതൊക്കെ നല്ല ചിന്തയോടാ പറഞ്ഞത്. പക്ഷെ വന്നു കഴിഞ്ഞെല്ലാം ടോർപ്പിടായിരുന്നു. സ്തോത്രം. ഒരുത്തൻ വന്ന് ചോദിച്ചു, നേരുള്ളവര് മുടിഞ്ഞു പോയത് എവിടാന്ന്? എന്തിനാ ഒത്തിരി പറഞ്ഞു? ഒരുത്തൻ വന്ന് ചോദിച്ചു, പിള്ളേരെല്ലാം ക്ലിയർ ആയിരുന്നേ പെര വീണിയാകുമായിരുന്നു. ഒരുത്തൻ വന്ന് ചോദിച്ചു, അമ്മാമ്മ എന്നെ ഇപ്പൊ ഇടഞ്ഞു നിൽക്കുന്നത്. ഒരുത്തൻ വന്ന് ചോദിച്ചു, നീ നീതിമാനായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കെടുതിയൊക്കെ വരുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക. അതാ വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. അപ്പൊ ഇയ്യോബ് ഇങ്ങനെ ഇവരോട് പറഞ്ഞിട്ട് ഇവരെ അംഗീകരിക്കുന്നില്ല. ഞാൻ വിവരിക്കുന്നില്ല. ഇവരെ അംഗീകരിക്കാതെ വന്നപ്പോൾ ഇയ്യോബ് ഇവരോട് പറയുന്ന ഭാഗം ആ 12:7 ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ, ഉൾക്കൊള്ളുന്നില്ലല്ലോ, നിങ്ങൾക്ക് യോജിപ്പില്ലല്ലോ, നിങ്ങളത് ഏറ്റെടുക്കുന്നില്ല. ഒരു കാര്യം ചെയ്യും, മൃഗത്തോട് ചോദിക്കും, മൃഗം നിന്നെ ഉപദേശിക്കും. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്റെ ഉപദേശം ഒന്നും നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. ഒരു കാര്യം ചെയ്യും, മൃഗത്തോട് ചോദിക്കും. ഉപദേശിമാര് നെടുക നടന്ന് ഉപദേശിച്ചിട്ടൊന്നും ഒരെണ്ണം ഗുണപ്പെടുന്നില്ല. അങ്ങനെയുള്ളവരോട് മൃഗത്തോട് ചോദിക്കും, മൃഗം നിന്നെ ഉപദേശിക്കും. വിശദീകരിച്ച് പോകുന്നില്ല, ചടി കിടാന്ന പോയിന്റ് പറഞ്ഞു പോകുകയാ. സ്തോത്രം. ഒന്ന്, മൃഗം തരുന്ന ഉപദേശം വായിക്കണ്ട, ബിലിയാമിന്റെ കഴുത. ഞാൻ ചരിത്രം ഒന്നും പറഞ്ഞ് വിശദീകരിക്കുന്നില്ല, പോയിന്റ് മാത്രം പറയുക. അല്ലാതെ നീ യാത്ര ചെയ്യരുത്. ദൂതനെ കഴുത കണ്ടു, പ്രവാചകൻ കണ്ടില്ല. കഴുതക്കെട്ട് പ്രവാചകൻ അടിച്ചു. സ്തോത്രം. കഴുതയുടെ വായ ദൈവം തുറന്നു എന്ന് പറഞ്ഞാൽ, ആലോചനയില്ലാതെ നീ പോയാൽ നിന്റെ ദർശനം നഷ്ടപ്പെടും. സ്തോത്രം. ഈ ബിലിയാമിന്റെ കഴുത തരുന്ന പ്രധാനപ്പെട്ട ഉപദേശം, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും അതാ കഴുത തരുന്ന ഉപദേശം. ചിലർക്ക് എങ്ങനെയും 10 പുത്തനുണ്ടാക്കണം, അതിനെന്തും അവർ ചെയ്യും. സഹോദരനെ ഒറ്റിക്കൊടുക്കും, സ്വന്തം സഹോദരന് കുതികാല് വെക്കും, അപ്പനെയും അമ്മയും വീട്ടിൽ നിന്ന് വേണേ ഇറക്കി വിടും, കള്ളസാക്ഷി പറയും. ഇപ്പൊ അങ്ങനെയൊക്കെയല്ലേ? സ്തോത്രം. ഇപ്പൊ പുതിയ പുതിയ ശുശ്രൂഷകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? വണ്ടി നമ്പരൊക്കെ പറയുന്നവരുണ്ട്. KL4 4033. അതിനെന്നെ ഉണർവ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചുരുക്കി പറഞ്ഞ അവരെ മോട്ടോർ വാഹന പ്രകാരം കേസെടുക്കണം, അല്ലെ അവിടെ അങ്ങനെ ജോലി മേടിച്ചു കൊടുക്കണം. ഉണ്ട് വണ്ടിയെ വന്നവൻ അന്തം പിടിച്ചത്, എന്റെ വണ്ടി നമ്പർ എടാ വിഡി. അവന്റെ ശിങ്കിടി നേരത്തെ അങ്ങോട്ട് മൊബൈലിൽ കൊടുത്തിട്ടുണ്ട്, നിന്റെ വണ്ടി നമ്പർ. പാർക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞ് 30-48 അങ്ങോട്ട് വരുന്ന മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാ മറ്റവനുണ്ടെന്ന് കണ്ണടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം സ്റ്റേജിലൊക്കെ ഇരുന്ന് മൊബൈൽ നോക്കുന്നവരുണ്ടല്ലോ, നമ്മൾ ഓർക്കും വാക്യം തപ്പുക, ചുമ്മാതാ. നീ ഇത് കണ്ട് ഇളകരുത്. സ്തോത്രം. ഇത് കണ്ട് ഇളകരുത്. ഇതിനകത്തൊക്കെ ഒത്തിരി സൂത്രങ്ങളുണ്ടെന്ന്. പേര് വെളിപ്പെടുത്തുക. ആരിലും ചെന്ന ഉടനെ പറയുന്നതെല്ലാം നമ്മുടെ നാട്ടിലെ പേര്. അന്നാ ചൈനക്കാരുടെ 5-6 പേര് പറ.
അതിന് ചൈനക്കാർക്ക് പേരില്ലേ? സ്തോത്രം. ആട്ടെ, ഞാൻ ആ ഭാഗത്ത് എങ്ങനെയും 10 പുത്രനുണ്ടാക്കണം. ദ്രവ്യാഗ്രഹം. ബിലിയാമിന്റെ കടുത പറയും, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് എന്തേലും തന്നാൽ അനുഭവിച്ചോണം. സൂത്രവും തട്ടിപ്പോന്നും കാണിക്കരുത്. പ്രവാചകന്റെ ഗതി അറിയാവില്ല സംഭവിച്ചത്. ബാരാക്ക് കൊടുത്ത വെള്ളിയും പൊന്നുമൊക്കെ ഏറ്റെടുത്തു, കിട്ടി. പക്ഷെ അന്ത്യം കൂടെ നോക്കിക്കോണം. സ്തോത്രം. മൃഗങ്ങളോട് ചോദിക്കാ, അവ നിന്നെ ഉപേക്ഷിച്ചു. ഒരുത്തനെ ചതിച്ചും വഞ്ചിച്ചും അവനെ നശിപ്പിച്ചും നമ്മുടെ കയ്യിൽ ഒന്നും വരരുത്. കൈ വെടിപ്പായിരിക്കണം. അഥവാ എന്തേലും ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് സക്കായിയെ പോലെ പറഞ്ഞോണം. വല്ലതും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൺവെൻഷൻ നടത്താന്നല്ല, പിന്നെയോ ജീവിതത്തിൽ അപാകതകൾ വരാം. അപ്പൊ ഇങ്ങനെ പറയാം, കർത്താവേ വല്ലതും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ട് കർത്താവേ, ചതിവായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ നടത്തും. ഒരു പള്ളി പെരുന്നാളും 400 അമിട്ട് വല്ലോ പൊട്ടിച്ച ഇവന്റെ ഭാവം മാറുമോ? 8 കതിനാക്കുത്തിക്ക് തീരുന്നതാണോ നിന്റെ ചതിവ്? നീ സ്വന്തം സഹോദരന് കൊടുക്കേണ്ട ഓഹരി അവകാശം കൊടുക്കാൻ അപ്പനെ കൊണ്ട് കള്ളയൊപ്പ് ഇടിപ്പിച്ചാ നീ ആധാരം കൈക്കലാക്കി. അത് കതിനാക്കുറ്റി തീരുന്നതാണോ? 3 പെരുന്നാളിനകത്ത് തീരുവോ? അന്നദാനം. എന്റെ വല്യമ്മച്ചി പറഞ്ഞൊരു പഴം ചൊല്ലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ പിടികിട്ടുകയല്ല. പഴയ ആൾക്കാർക്ക്, ഞങ്ങളുടെ കുട്ടനാട് സൈഡിലുള്ളവർക്ക് അല്ലെങ്കിൽ സെൻട്രൽ ട്രാവൻകൂറിലുള്ളവർക്ക് ചിലപ്പോൾ തിരിഞ്ഞെന്ന് വരാം, ഇവിടെയും ചിലർക്ക് മനസ്സിലായെന്ന് വരാം. വല്യമ്മച്ചി പറഞ്ഞൊരു ഡയലോഗാണ്, എടാ സന്തതി ഇരിക്കെ ധർമ്മം ഊട്ടിയ ഊട്ടുപെരയ്ക്ക് തീ പിടിക്കുമെന്ന്. സന്തതി ഇരിക്കെ ധർമ്മം ഊട്ടിയ ഊട്ടുപെരയ്ക്ക് എന്ന് പറയുന്നത് സ്വന്തം മക്കള് വിശന്നിരിക്കുക, അന്നേരം അപ്പഴേ പർണശാല കെട്ടി ഊട്ട് നടത്തുക. ആ ഊട്ടുപെര കത്തിപ്പോകും. സ്തോത്രം. സ്തോത്രം. കൈവെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. വ്യാജത്തിന് മനസ്സും വെക്കരുത്. നമ്മുടെ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വരുമ്പോ ചിലപ്പോ ചോദിക്കും, അത് ന്യായം, മാന്യതയാണ്. ചോദിച്ചിട്ട് സൂത്രം ഒപ്പിച്ചൊന്നും അല്ലെ ചിലര് നമുക്ക് തരും സോമനസാണ്. അതൊന്നും തെറ്റല്ല. ഒരുത്തനെ ചതിച്ച് വഞ്ചിച്ച് കുടിയിലിറക്കി, പിള്ളേരുടെ ഭാഷ പറഞ്ഞ അവനെ കുപ്പിയിലിറക്കി. അങ്ങനെ ഇറക്കിയാൽ നീയും മേടിക്കും, നിന്റെ സന്തതി മേടിക്കും. കർത്താവ് വരാൻ താമസിച്ചാൽ നിന്റെ സന്തതിയുടെ സന്തതി മേടിക്കും. ചുരുക്കി പറഞ്ഞാൽ ബാക്കി ഞാൻ പറയുന്നില്ല. ഭയത്തോടെ ദൈവത്തെ സേവിച്ചോ. സക്കായി പറഞ്ഞ പോലെ എപ്പോഴും പറഞ്ഞോണം, കർത്താവ് വല്ലതും ചതിവായിട്ടുണ്ടെങ്കിൽ സ്തോത്രം. മൃഗങ്ങളോട് ചോദിക്കാൻ, അവ നിന്നെ ഉപദേശിക്കും. സ്തോത്രം. സ്തോത്രം. മേടിച്ചു കഴിഞ്ഞാൽ മേടിച്ചില്ലെന്ന് മുഖത്ത് നോക്കി പറയുന്നവർ അങ്ങനെയാണ്. ഞാൻ എപ്പം മേടിച്ചു കെട്ടുക, എപ്പം മേടിച്ചപ്പോ തമ്പരാൻ പറയും താമസിക്കാതെ മേടിക്കും. മേടിക്കും പറയും കുഴപ്പമില്ല ബാബു, നീ താമസിക്കാതെ അല്ല താമസിക്കാതെ മേടിക്കും. താമസിക്കാതെ എനിക്കറിയാം. സ്ഥലവും ഒന്നും പേര് ഞാൻ പറയത്തില്ല, കാരണം വെറുതെ എന്തിനാ ആലോക്യം. കൽഫി കിടന്നൊരുത്തൻ കഷ്ടപ്പെട്ടുണ്ടാക്കി അവന്റെ കാശ് കൊണ്ട് വസ്തു മേടിക്കാനായിട്ട് കൊണ്ട് കൊടുത്തു. അവൻ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ, അതിന്റെ 10-18 ലക്ഷം രൂപ. വസ്തു കൊടുക്കാന്ന് പറഞ്ഞ് അവന് വസ്തു കൊടുത്തില്ല.
അവൻ ആ സമയത്ത് എഴുതിക്കാൻ പറ്റിയില്ല. എല്ലാത്തിനും ന്യായമില്ലേ? അതുകൊണ്ട് തരുന്നില്ല. ഇത് ശുഭമാകുമോ? നിയമം ചിലപ്പോ അങ്ങനെ ആയിരിക്കും, നിയമം അങ്ങനെ ആയിരിക്കും. കറക്റ്റ് ടൈമിൽ മനസാക്ഷിയില്ലേ? സ്വർഗീയ കോടതി അവന്റെ സാഹചര്യം കൊണ്ട് ചിലപ്പോ ഒത്തില്ല. ചെയ്യേണ്ട കാര്യം, നിനക്കത് മേടിക്കാൻ പൈസ ഉണ്ടോ? ബാക്കി ഇല്ല, എന്നാ നിന്റെ പൈസ പിടി. അതല്ലേ എന്റെ ന്യായം? അതൊരു വലിയ കീർവാണം അടിക്കുക. എന്നിട്ട് പറയാം മേടിക്കാൻ മേടിച്ചോളാം. നിന്റെ സന്തതിക്ക് ഗുണം വരുമോ? ഗുണം വരുമോ? അവര് ചിലപ്പോ ലൈവിലുണ്ടായിരിക്കും, ഗുണമാകട്ടെ. ഗുണമാകുവോ? അവൻ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട കാശ, കൈവെടിപ്പായിരിക്കണം. സഹോദരിക്ക് ഓഹരി കൊടുക്കാനുണ്ടെങ്കിൽ ഓഹരി കൊടുത്തോണം, ചതിക്കരുത്. സഹോദരന് ഓഹരി കൊടുക്കാനുണ്ടെങ്കിൽ കൃത്യം കൊടുക്കണം, അവനെ ചതിക്കരുത്. നീ മാളികയൊക്കെ പണിയും, വണ്ടിയൊക്കെ മേടിക്കും, എസ്റ്റേറ്റും ഒക്കെ ചിലപ്പോൾ മേടിക്കും, പക്ഷെ അനുഭവിക്കാനൊക്കെയല്ല. വലിയ എസ്റ്റേറ്റ് മേടിച്ചില്ലെങ്കിലും മാളിക പണിതില്ലെങ്കിലും വലിയ BMW ഇപ്പോഴത്തെ പുതിയ പുതിയ കാറുണ്ടല്ലോ, ഓടി അങ്ങനെ, അതൊന്ന് എന്തുവാ, ജാഗ്വാർ, എന്തെങ്കിലും ആട്ടെ, ചാക്കോ പാട്ടയൊന്നും മേടിക്കാൻ ഒത്തില്ലെങ്കിലും നിനക്ക് ചിലപ്പോ ഒരു ഉന്തുവണ്ടിയേ ഉള്ളു, മതി. ഒരു ചെറ്റക്കുടില്ല, മതി. ഫോറിൻ പ്ലേറ്റ് ഒന്നും കാണുകയില്ല, അലൂമിനിയം പാത്രമാ, മതി. പക്ഷെ നിന്റെ കൈ വെടിപ്പാണോ? നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയോ, സ്തോത്രം. ആട്ടെ, മൃഗങ്ങളോട് ചോദിക്കാവ നിന്നെ, മൃഗങ്ങളോട് ചോദിക്കാവ നിന്നെ. ബിലിയാമിന്റെ കടുത പറയും, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും